നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഏകാദശിയാണ്. ഫെബ്രുവരി 13 വിജയ ഏകാദശി എന്നാണ് പറയുക. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ എല്ലാ മേഖലകളും, അതായത് ഏതൊക്കെ മേഖലകളിലാണോ നമ്മൾ വിജയം കൈവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വിജയം നമുക്ക് ഉണ്ടാകും എന്നാണ് പറയുക. അതാണ് ഈ ഒരു വിജയ ഏകാദശിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നാളെ 30 വെള്ളിയാഴ്ചയാണ്. കുംഭമാസം പിറക്കുകയാണ്, 1-ാം തീയതിയാണ്. അത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭഗവതിക്കും പ്രാധാന്യമുണ്ട്. ഏകാദശി ആയതുകൊണ്ട് മഹാവിഷ്ണുവിന് വിശേഷപ്പെട്ട ദിവസമാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട്, അത് 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭഗവതിക്കും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. എന്താണ് ഈ വിജയ ഏകാദശി, എന്താണ് അതിൻ്റെ മാഹാത്മ്യം, വ്രതമെടുക്കേണ്ട രീതികൾ, പിന്നെ പാരണാസമയം ഹരിവാസര സമയമൊക്കെയാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരു കഥ കൂടെ ഞാൻ പറയുന്നു കേട്ടോ. 3-4 പേരായി എൻ്റെ അടുത്ത് പറയണു, ഇപ്പോൾ ഫുൾ വീഡിയോയിൽ കഥകളൊന്നും പറയാറില്ലല്ലോ, കഥ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഒരു കഥ കൂടെ ഞാനിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ അലങ്കാരവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അലങ്കാരത്തിന് ശേഷമാണ് ഈ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കുറച്ചൊരു മുതിർന്ന കുട്ടിയുടെ പോലെയാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, പട്ടുകോണകൊന്നുമല്ല ചുറ്റിയിരിക്കുന്നത്. ഇന്നലെ ഒരു കസവ് മുണ്ടാണ്. അപ്പോൾ ഈ മുണ്ടൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ ഒരു വലിപ്പൊക്കെ തോന്നൂലോ കുട്ടികൾക്ക്. അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഈ കസവ് മുണ്ടിന് പുറമേ ആയിട്ട് ഒരു പച്ച നിറത്തിലുള്ള പട്ടുകൊണ്ട് അരയിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. വലത്തെ കയ്യിൽ വെണ്ണൂരുളയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നുകൊടക്കുഴലും പിടിച്ചിട്ട് ആ മുഖത്തെ ഭാവമൊക്കെ ഒന്ന് കാണണമായിരുന്നു. കാരണം ഞാൻ കുറച്ച് മുതിർന്ന കുട്ടിയാണ് എന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, അങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. സാധാരണ കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെ മുണ്ടൊക്കെ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ഒന്ന് വലുതായ പോലെ അവർക്ക് തന്നെ ഒന്ന് തോന്നും. വലിയൊരു ഗമയോട് കൂടിയിട്ടൊക്കെ അവർ നടക്കുക. അതേപോലെ നിൽക്കുന്ന ഭഗവാനായിട്ടാണ് കേട്ടോ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു തിരുമുടി മാല ഉണ്ടായിരുന്നു, അതിൽ ചുവപ്പും വെള്ളയായിരുന്നു. നന്ദ്യാർവട്ടപ്പൂക്കളാണ് കൂടുതൽ, കുറച്ച് തെച്ചിപ്പൂക്കളും കൂടെ കോർത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. അതിൽ ഭഗവാന്റെ ദേഹത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. തെച്ചി നന്ദ്യാർവട്ടം, തെച്ചി നന്ദ്യാർവട്ടം, ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുക. പിന്നെ ഒരു ഉണ്ടമാല താമരയുടെ ഇതിൽ കൊണ്ടാണ് കേട്ടോ. കുറച്ച് തുളസിയും കൂടെ അതിൻ്റെ ആ അവസാന ഭാഗത്തായിട്ട് കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ വലിയൊരാളെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നത്. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിൽ ഒരു ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്. നല്ല സന്തോഷമുള്ള ഒരു മുഖഭാവമാണ് കേട്ടോ. കാരണം വലിയ ആളാണല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഗമയാണ് ആ മുഖത്തുണ്ടായിരുന്നത്. പിന്നെ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടോ. 4 മാലയൊക്കെയാണ്, ഒരു വളയം പോലത്തെ മാല, പിന്നെ 3 മാല, പിന്നെ കൈവളകൾ, തോൾവളകൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴൽ, അത് നിലത്ത് വെച്ചിട്ട് വേറെ എവിടേക്കും പോകില്ല, അത് കയ്യിലുണ്ടായിരിക്കും. പിന്നെ വലത്തെ കയ്യിൽ വെണ്ണൂറുള പിടിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭഗവാന്റെ കയ്യിൽ വെണ്ണൂറുള നമ്മൾ കാണാറുണ്ടല്ലേ. അത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണ നമുക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുക. അത് ഭഗവാനിലുള്ള ഒരു ഭക്തിയാണ് നമ്മളിൽ വളർത്തുന്നത്. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഭഗവാൻ ഇങ്ങനെ വെണ്ണ ഉരുളയായിട്ട് നിൽക്കുന്നത്. അതെല്ലാവരും തന്നെ പ്രിയപ്പെട്ടവർക്ക് നൽകാനായിട്ട്. അപ്പം അത്രയും സന്തോഷവാനായിട്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നത്. അപ്പോഴും നമുക്കും ആ ഒരു രൂപം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുക. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കസവും മുണ്ടും പച്ച പട്ടാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത്. കാൽപാതൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല, കാരണം കുറച്ച് ഇറക്കിയിട്ടാണ് ഈ മുണ്ടൊക്കെ ചുറ്റിയിരിക്കണതേ. അതുകൊണ്ടാണ് കേട്ടോ കാണാഞ്ഞത്. അപ്പം അങ്ങനെ ഒരു മുതിർന്ന കുട്ടിയുടെ പോലെ നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഭഗവാന്റെ കയ്യിലുള്ള ആ ഭക്തിയാകുന്ന വെണ്ണപ്രസാദം ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. എല്ലാവരും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ആ വലിയ കസവും മുണ്ടൊക്കെ ചുറ്റി നിൽക്കുന്ന നമ്മുടെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഗണപതി ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടാണ് കേട്ടോ, ഓടയാടിയിട്ട് അങ്ങനെ തിളക്കൊക്കെ ഉണ്ട്. ആ സ്വർണ്ണ തിളക്കൊക്കെ ഉള്ള ഒരു പട്ടാണ്. തുമ്പയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്, നെറ്റിയിലും അതേപോലെ തന്നെ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദേഹത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് പുറത്താണ് കേട്ടോ, ശരീരത്തിലല്ല, സ്വർണ്ണ പൊട്ടുകളുണ്ട്. പിന്നെ ഒരു പ്രത്യേക വെളുപ്പും കറുപ്പും കല്ലുകളൊക്കെയുള്ള 2 കമ്മലുകൾ ഒരു പ്രത്യേക അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഏറ്റവും കൂടുതൽ അലങ്കാരം വന്നിരിക്കുന്നത് കിരീടത്തിന്റെ മുകളിലാണ് കേട്ടോ. അത് ചാർത്തിയിരിക്കുകയാണ്, തട്ടുകളായിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ചുവന്ന പട്ടുകൊണ്ടും വെളുത്ത നൂല് കൊണ്ടൊക്കെയുള്ള ഓരോ തട്ടിന് മുകളിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ തട്ടുകൾക്ക് മുകളിലും ഓരോ പൊട്ടുകൾ കുത്തിയിട്ടുണ്ട്. അത് ഈ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള പൊട്ടുകളാണ്. ആദ്യത്തെ ഭാഗത്ത് ഒരു മാല വെച്ചിട്ട്, ചുവന്ന കല്ലിൽ ഒരു മാല വെച്ചുള്ള അലങ്കാരം. പിന്നെയാണ് ഈ ഗംഭീരമായിട്ടുള്ള കിരീടത്തിന്റെ അലങ്കാരങ്ങൾ വന്നിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു പ്രഭാവലയം കൂടെ പുറകിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു മാല, കുറച്ച് വീതിയുള്ള ഒരു സ്വർണ്ണ നിറത്തിലുള്ള കല്ലുകളൊക്കെ പതിപ്പിച്ച ഒരു മാല ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വെച്ചിരിക്കുക. അപ്പൊ അത് കാണുമ്പോൾ ഒരു പ്രഭാവലയം പോലെ തോന്നിപ്പിക്കും. അങ്ങനെയാണ് ഗണപതിക്ക് നല്ല അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഭഗവതി അമ്മയെ കാണാം കേട്ടോ. ഭഗവതി അമ്മ നല്ല സുന്ദരി, അതീവ സുന്ദരിയായിട്ട്. ഇപ്പം വിവാഹപ്രായമൊക്കെ എത്തിയിട്ടുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടോ. ആ മുഖത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പുഞ്ചിരി. എന്ത് രസാ ഭഗവതി അമ്മേനെ കാണാമെന്നറിയോ. അതായത് സൗന്ദര്യ ദേവത എന്നൊക്കെ പറയില്ലേ, നമുക്ക് അങ്ങനെ തോന്നിയത് എൻ്റെ മനസ്സിൽ. അത്ര ഭംഗിയുണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കാണാനായിട്ട്. ആ പുഞ്ചിരി ഒന്ന് എടുത്ത് പറയണം കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സുകളിലേക്ക് ആ ഒരു ഭാവം എത്തുന്നുണ്ടായിരുന്നു. കുറച്ചൊരു വലിയ സ്വരൂപത്തിലാണ് ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിരിക്കുന്നത്. മഞ്ഞ നിറത്തിലാണ് പട്ടുടയാട ഉണ്ടായിരുന്നത്. കുറച്ച് വലിപ്പത്തിലുള്ള ഉടയാടയൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു ഉത്തരിയും ഉണ്ട്, അത് മഞ്ഞ നിറത്തിലാണ്. അതിങ്ങനെ ശിരസിന് മുകളിലൂടെ ഇട്ടിരിക്കുകയാണ്, താഴേക്ക് എത്തിയിട്ടില്ല, ഒരു പകുതി വരെയേ ഉള്ളൂ. അപ്പോൾ ഒരു ഉത്തരിയും പോലെ അങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 മാലകളുണ്ട്. അത് ആദ്യം ഒരു ചുവന്ന കല്ല് നടുക്കുള്ള ഒരു മാലയുണ്ട്. പിന്നെ മുല്ലമൊട്ട് പോലത്തെ ഒരു മാലയുണ്ട്. പിന്നെ ഒരു സ്വർണ്ണമണി മാല, മണികൾ കൊണ്ടുള്ള ഒരു മാലയുണ്ട്. കാതിൽ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് ഒരു കുഞ്ഞു ചുണ്ടൊക്കെയാണ്. അപ്പോൾ അത് കുഞ്ഞു ചുണ്ടിങ്ങനെ ചെറുതായിട്ടൊരു പുഞ്ചിരിയൊക്കെ ഉണ്ടാവില്ലേ, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നെറ്റിയിലൊരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകൾക്ക് മുകളിലായിട്ടും സ്വർണ്ണപ്പൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. കിരീടമായിട്ട് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള കല്ലുകൾ പതിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിരീടം. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു സ്വർണ്ണപ്പൂവ്. പിന്നെ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കിരീടത്തിന്റെ വേറൊരു ഭാഗം. അപ്പോൾ നല്ല ഭംഗിയിലാണ് ചാർത്തിയിരിക്കുന്നത്. ഒരുപാട് ആഭരണങ്ങളൊക്കെ, കഴുത്തിൽ ഒരുപാട് മാല അണിഞ്ഞാൽ തന്നെ നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ പോലെ തോന്നുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിളക്കം, ആ മഞ്ഞ പട്ടിൻ്റെ ഒരു തിളക്കം, ഭഗവതി അമ്മയുടെ മുഖത്തിൻ്റെ ഒരു തിളക്കം എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ശ്രീലകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഭഗവതി അമ്മയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്കേ അയ്യപ്പനെ കാണാനായിട്ട് പോകാം. അയ്യപ്പൻ ഒരു കടും വയലറ്റ് നിറത്തിലുള്ള ഒരു പട്ടാണ് കേട്ടോ. ഡിസൈനുകളൊന്നുമില്ല. ആ കരയുടെ ഭാഗത്ത് ഒരു സ്വർണ്ണ നിറത്തിലൊരു വരയുണ്ടാവില്ലേ, അത് മാത്രമേ ഉള്ളൂ. കൂടുതലും ആ നിറമാണ് കാണുന്നത്, ആ വയലറ്റ് നിറം. പിന്നെ അരയിൽ ഒരു മഞ്ഞ പട്ട് കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. 4 മാലകൾ അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു അലങ്കാരമായി, സർവാഭരണ വിഭൂഷിതനായിട്ടിരിക്കുന്ന പോലെ തോന്നാം. കാതുകളിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്, സ്വർണ്ണ പൂക്കൾ. ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ് അയ്യപ്പനിരിക്കുന്നത്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി ഉണ്ട്, അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൂവുണ്ട്, പിന്നെ ഒരു സ്വർണ്ണ പൊട്ടുണ്ട്. അത് കിരീടത്തിന്റെ മുകളിലായിട്ടോ കാണുക. കിരീടം ചാർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല തിളക്കമുണ്ട് അയ്യപ്പൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ. അങ്ങനെ സർവാഭരണ വിഭൂഷിതനാണെന്ന് പറഞ്ഞല്ലോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞത് കൊണ്ട് കാണാനും നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അയ്യപ്പനെ. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് വിജയ ഏകാദശിനെ കുറിച്ച് പറയാം കേട്ടോ. നാളെയാണ് ഏകാദശി വരുന്നത്, ഫെബ്രുവരി 13-ാം തീയതി. ഇന്ന് തന്നെ, ഇത് 12-ാം തീയതി തന്നെ ഏകാദശി തിഥി തുടങ്ങും. പക്ഷെ നമ്മളത് എടുക്കാറില്ലല്ലോ. ദശമി തൊട്ടോ ഏകാദശി അല്ലേ, നമ്മൾ ദ്വാദശി തൊട്ടിട്ടുള്ള ഏകാദശിയാണ് എടുക്കുക. അപ്പോൾ നാളെയാണ് വ്രതം എടുക്കേണ്ട ആ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് നോറ്റ് കഴിഞ്ഞാൽ വിജയമാണ്. ഏത് മേഖലകളിലാണോ വിജയം ആഗ്രഹിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് വിജയം സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം നോറ്റോളൂ. ഇതിൻ്റെ മാഹാത്മ്യം പറയുന്നതേ കൃഷ്ണനാണ് പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിരന്. ഒരുവിധം എല്ലാ മാഹാത്മ്യങ്ങളും ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുക ഓരോരുത്തർക്കായിട്ട്. കഴിഞ്ഞ ഏകാദശികളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതും ഭഗവാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഒരിക്കൽ നാരദ മഹർഷിയാണ് വന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കുക, എന്താണ് ഈ ഒരു ഏകാദശി, അതിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ ശ്രീരാമൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. ശ്രീരാമൻ സീതേനൊക്കെ കട്ടുകൊണ്ടുപോയി, രാവണൻ വന്നിട്ട് കട്ടുകൊണ്ടുപോയി. അപ്പോൾ ഇവരിങ്ങനെ ആ സമുദ്ര തീരത്ത് പാലം പണിയാനായിട്ട് നിൽക്കുകയാണേ. അവിടെ ഇങ്ങനെ സമുദ്ര തീരത്ത് ഇരിക്കുകയാണ്. ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, പിന്നെ വാനരപ്പടം മുഴുവനായിട്ടുണ്ട്. അവർക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവർക്ക് അറിയണില്ല. കാരണം ലങ്കയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, രാവണൻ അവിടെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അങ്ങോട്ടേക്ക് കടക്കാനായിട്ടുള്ള ആ ഒരു മാർഗം അത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പം അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ലക്ഷ്മണനൊക്കെ ചോദിച്ചു ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ വാനരന്മാർക്കും അവർക്ക് ആർക്കും ഒന്നും ചിന്തയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ആർക്കും അറിയണില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരിയ്ക്കുന്നതിൻ്റെ കുറച്ച് അകലെയായിട്ടൊരു തപസ്വി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു മഹാത്മാവ്. അദ്ദേഹം ശ്രീരാമൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇനിയിപ്പോൾ ഒരു ഏകാദശി വരും, അത് നോൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു മാർഗം തെളിഞ്ഞു വരും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. അങ്ങനെ ഇവർ ഏകാദശി നോൽക്കുകയാണ്. ആ ഒരു ഏകാദശിയാണ് ഈ വിജയ ഏകാദശി എന്ന് പറയുന്നത്, നാളത്തെ ഏകാദശി. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും വാനരന്മാരും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ഏകാദശി നോൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു മാർഗം അത് തെളിഞ്ഞു വന്നു. കാരണം പർവ്വതങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ പാലം പണിയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടണമല്ലോ, അത് കിട്ടി. അങ്ങനെയാണ് പാലം പണിയുന്നതും അവിടെ പോയിട്ട് രാവണനെ വധിക്കുന്നതും സീതയെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ ഒരു യുദ്ധത്തിനാണ് പോകുന്നത്. ആ യുദ്ധത്തിൽ അവർക്ക് വിജയമാണ് ഉണ്ടായത്. അതിലേക്കുള്ള ഒരു മാർഗമാണ് അവർക്ക് തെളിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏകാദശി, അത് ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും നോറ്റിട്ടുള്ള ഒരു ഏകാദശിയാണ് ശ്രീരാമൻ്റെ കാലത്ത്. അതിലൂടെ വിജയമാണ് അവർക്ക് സംഭവിച്ചത്. അത് നമ്മൾ നോറ്റിക്കഴിഞ്ഞാൽ നമുക്കും വിജയമാണ് ഉണ്ടായിരിക്കുക. അതാണ് ഈ ഒരു വിജയ ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഏകാദശി എങ്ങനെയാണ് നോൽക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ഭൂരിഭാഗം പേർക്കും അറിയാം എങ്ങനെയാണ്, നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഏകാദശി നോൽക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ദശമിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊന്നും കഴിക്കരുതെന്നാണ് പറയുക. അതേപോലെ നാളെ രാവിലെ സൂര്യോദയത്തിന് മുൻപായിട്ട് എഴുന്നേൽക്കുക, കുളിക്കുക, എന്നിട്ട് തീർത്ഥം സേവിച്ചുകൊണ്ട്, തുളസി തീർത്ഥമാണ് സേവിക്കേണ്ടത്, സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാം കേട്ടോ. പിന്നെ നാളെ ഒന്നും കഴിക്കരുത്, പൂർണ്ണമായിട്ടുള്ള ഉപവാസം. ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് ഇതേപോലെ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് തുളസി തീർത്ഥോ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥോ സേവിച്ചുകൊണ്ട് പാരണ വിടാം. അന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒന്നും കഴിക്കരുത്, ഒന്നും പകലുറക്കം പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോൽക്കേണ്ട രീതി എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓരോരുത്തരുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രം ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക കേട്ടോ. ഉപവാസം അനുഷ്ഠിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇപ്പോൾ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ പാലൊക്കെ കഴിക്കാം, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങൾ, ഇപ്പോൾ അരിഭക്ഷണം ഒഴിവാക്കുക, ഗോതമ്പ് കൊണ്ടുള്ള ലഘുഭക്ഷണങ്ങൾ, ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോൽക്കാട്ടോ. ഭഗവാനെ സേവിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ക്ഷേത്രത്തിലൊക്കെ പോകുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ അവിടെ തന്നെ പോകണമെന്നില്ല, തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും പോകാം. അവിടേക്ക് പോവുക, ക്ഷേത്ര ദർശനം നടത്തുക, വേണ്ട വഴിപാടുകളൊക്കെ സാധിക്കുമെങ്കിൽ ചെയ്യുക, നന്നായിട്ട് നാമം ചൊല്ലുക. പീരീഡ്സ് ആയ സമയത്ത് പോലും ഏകാദശി വ്രതം നോൽക്കാട്ടോ. പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ തീർത്ഥമൊന്നും സേവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൂ. അല്ലാതെ വ്രതം നോൽക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഏകാദശി വ്രതം നോൽക്കുക. പിന്നെ നാളെ 30 വെള്ളിയാഴ്ചയും കൂടെ ആണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഭഗവതി ക്ഷേത്രത്തിലും പോകാം. ഭഗവതിക്കും പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന ഒരു സമയമാണ്. ഇനിയിപ്പോൾ നാളെ ഏകാദശിയാണ്, 30 വെള്ളിയാഴ്ചയാണ്, മറ്റന്നാളുണ്ടല്ലോ, അന്നും ഒരു പ്രത്യേകത ഉണ്ട്, പ്രദോഷമാണ്. പിന്നെ അടുത്ത ദിവസമാണ് ശിവരാത്രി വരുന്നത്. അപ്പോൾ ഇനി വരുന്ന ഈ 3 ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പ്രദോഷം എന്ന് പറയുന്നത് ശനി പ്രദോഷമാണ്. അത് കഴിഞ്ഞിട്ട് ശിവരാത്രി വരുമ്പോൾ ആ ശിവരാത്രിക്കും ഒരു കേമത്വമുണ്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഏകാദശിയുടെ ഈ ഹരിവാസര സമയം കൂടെ ഒന്ന് പറയാം കേട്ടോ. അത് നാളെയാണ് വരുന്നത്. ഈ ഫെബ്രുവരി 13-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7:55 മുതൽ രാത്രി 8:50 വരെ. കുറച്ചധികം സമയമുണ്ട്. ഭൂമിയിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു സമയമാണെന്ന് പറയാം. ആ സമയത്ത് നമ്മൾ ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുക, ഇഷ്ടമുള്ള നാമങ്ങൾ ചൊല്ലാട്ടോ. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമങ്ങൾ ചൊല്ലുക. ഒന്നും അറിയാത്തവർക്ക് നാരായണനാമം ചൊല്ലാം. ഭഗവാനെ സേവിക്കുന്ന, ഇത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത്. പാരണ സമയം കൂടെ പറയാം. പാരണ വീടുന്നത്
ശനിയാഴ്ചയാണ്, 14-ാം തീയതി ശനിയാഴ്ചയാണ്. രാവിലെ 7:03 മുതൽ രാവിലെ തന്നെ 9:18 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയത് കൊണ്ടൊന്നും ടെൻഷനൊന്നും ആകണ്ട. നമ്മൾ ഏകാദശി നോൽക്കുന്നുണ്ട് എന്നതിനാണ് പ്രാധാന്യം. നമ്മൾ ഭഗവാനെ സേവിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട് എന്നതിനൊക്കെയാണ് പ്രാധാന്യം. അപ്പോൾ സമയത്തിൽ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും നാളത്തെ വിജയ ഏകാദശി നോൽക്കുക. എല്ലാവർക്കും കാര്യവിജയം ഉണ്ടാക്കട്ടെ. എന്തൊക്കെ പ്രാർത്ഥനകളാണോ, ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ വിജയങ്ങളൊക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ നാളെ മഹാവിഷ്ണുവിൻ്റെ വിശേഷ ദിവസമാണ്, ഭഗവതിയുടെ വിശേഷ ദിവസം എന്ന് പറഞ്ഞല്ലോ. രണ്ടുപേരെയും ആരാധിക്കണം. ശരിക്കും ലക്ഷ്മി ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് ഐശ്വര്യ സമ്പത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ലക്ഷ്മി ദേവിയെ മാത്രമായിട്ട് ആരാധിക്കരുത് എന്നാണ് പറയുക, ഭഗവാനെയും കൂടെ ആരാധിക്കണം. കാരണം ഭഗവാന്റെ നെഞ്ചിലാണ്, ആ മാരടത്തിലാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെ സേവിക്കുന്നതിന് തുല്യമാണെന്നാണ്. മഹാലക്ഷ്മിയെ മാത്രമായിട്ട് സേവിക്കരുത് അങ്ങനെയും കൂടെ പറയാറുണ്ട്. കാരണം ഭഗവാന്റെ പ്രീതിയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. പത്നിയാണല്ലോ, അപ്പോൾ തൻ്റെ ഭർത്താവിനെ സേവിക്കുന്നവരെ അത്രയും ഇഷ്ടമാണ്. അങ്ങനെ ഒരു കഥ പറയാട്ടോ. ഒരിക്കൽ മഹാവിഷ്ണു പറഞ്ഞു, അതെ ഇപ്പോൾ ആളുകൾക്കെല്ലാം എന്നോട് ഭക്തി ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും നാരായണ നാരായണ എന്ന് ഇപ്പോൾ ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, ഏയ് അതങ്ങനെയൊന്നുമല്ല, എന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചൊല്ലണത് എന്ന്. അതായത് ലക്ഷ്മി ദേവി ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഭജിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെച്ചെങ്കിൽ അവർ ലക്ഷ്മി ലക്ഷ്മി എന്നിങ്ങനെ ഭജിക്കണ്ടേ എന്ന് ചോദിച്ചു കേട്ടോ. എന്നാൽ നമുക്ക് നോക്കാം, നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്താ ചെയ്തെന്നറിയോ, ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ആ ഗ്രാമമുഖ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ സപ്താഹം നടത്തണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായിട്ടോ, ആ ഗ്രാമത്തലവന്, ആ ഗ്രാമമുഖ്യന് സന്തോഷമായി. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തൊട്ടടുത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ആദ്യത്തെ ദിവസം സപ്താഹമൊക്കെ ആരംഭിച്ചു. ആദ്യ ദിവസം വളരെ കുറച്ച് പേരേ വന്നുള്ളൂ. രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടെ ആളുകൾ വന്നു. മൂന്നാമത്തെ ദിവസം ധാരാളം ആളുകൾ വന്നപ്പോൾ ഭഗവാൻ നല്ല സന്തോഷമായി, സപ്താഹം കേൾക്കാനായിട്ട് വന്നിരിക്കില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ലക്ഷ്മി ദേവിയും അവിടെ ഇരിക്കുന്നു കേട്ടോ. ഒന്ന് പുഞ്ചിരിച്ചിട്ട് ലക്ഷ്മി ദേവി എന്താ ചെയ്യുന്നറിയോ, ഒരു വൃദ്ധയുടെ രൂപം സ്വീകരിച്ചിട്ട് ഇതേ ഗ്രാമത്തിലെത്തി. അങ്ങനെ അവിടെ അപ്പോൾ ആ സപ്താഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ വാതിലൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഈ വൃദ്ധ മാതാവ് അങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, കുടിക്കാനായി എന്തെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അയ്യോ ഞാനിതാ സപ്താഹത്തിൻ്റെ അവിടേക്ക് പോകുകയാണ്, നേരം വൈകും, എനിക്ക് തരാൻ നേരമില്ല എന്ന് പറഞ്ഞു. അത്രയും എനിക്ക് ദാഹിച്ചിട്ട് വലഞ്ഞിട്ടാണ്, ദയവ് ചെയ്തൊന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അലിവ് തോന്നിയിട്ട് അകത്ത് പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഈ വൃദ്ധയ്ക്ക് കൊടുത്തു. ഇത് ലക്ഷ്മി ദേവിയാണ് കേട്ടോ. കൊടുത്തു. ആ വൃദ്ധ അത് കുടിച്ചു. തിരികെ പാത്രം കൊടുത്തപ്പോണ്ടോ, ഈ പാത്രം സ്വർണ്ണപാത്രമായിരിക്കണം. വെള്ളം കൊടുത്തത് ഓട്ടുപാത്രത്തിലാണ്, പക്ഷെ തിരികെ കിട്ടിയപ്പോൾ അത് സ്വർണ്ണപാത്രമായി. ഈ സ്ത്രീ അതിശയിച്ചു പോയിട്ടോ. അപ്പോൾ ഈ വൃദ്ധമാതാവിന് എന്തോ ഒരു മാന്ത്രിക ശക്തിയുണ്ട്, അത് സാധാരണ ഒരു സ്ത്രീ അല്ല, ഒരു മഹാത്മാവാണ് വന്നിരിക്കണതെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്താ ചിന്തിച്ചതെന്നറിയും, ഇപ്പോൾ വെള്ളം കുടിക്കാൻ കൊടുത്ത കാരണമല്ല ആ പാത്രം സ്വർണ്ണമായി കിട്ടിയേ, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേറെ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ സ്വർണ്ണമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്ക് വിശക്കണുണ്ടോ, ഞാനെന്തെങ്കിലും ഭക്ഷണം തരട്ടെ എന്നൊക്കെ ചോദിച്ചു. വേണ്ട വേണ്ട, എനിക്ക് വിശപ്പൊന്നും, എനിക്ക് ദാഹം മാത്രം ഉണ്ടല്ലോ, വേഗം സപ്താഹത്തിൻ്റെ അവിടേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാതാവ് തിരിച്ചു പോയിട്ടോ. സ്ത്രീ വേഗം സപ്താഹം നടക്കുന്നിടത്തേക്ക് പോയി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ, അവിടെയുള്ള എല്ലാ സ്ത്രീകളോടും പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഒരമ്മ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു, തിരിച്ച് ആ പാത്രം നൽകിയപ്പോൾ എനിക്കത് സ്വർണ്ണപാത്രമായിട്ടാണ് കിട്ടിയത്. ഞാൻ ഒട്ടുപാത്രത്തിലാണ് കൊടുത്തത്, പക്ഷെ അവരെനിക്ക് തിരികെ നൽകിയപ്പോൾ അത് സ്വർണ്ണപാത്രമായിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളവർ കേട്ടില്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, അതേപോലെ തങ്ങൾക്കും വേണം എന്നൊരു ചിന്ത വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഈ സപ്താഹം നടക്കുന്നിടത്തുനിന്ന് എല്ലാവരും എണീറ്റ് പോയി. ഭഗവാൻ നോക്കുമ്പോഴോ ആരെയും കാണല്ല. ഭഗവാനാണല്ലോ വേഷം മാറിയിട്ട് വന്നിരിക്കുന്നത് ബ്രാഹ്മണനായിട്ട്, അപ്പോൾ ആരെയും കാണല്ല. ഇവരൊക്കെ എവിടെ പോയി എന്ന് ഭഗവാനും വിചാരിച്ചു. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ഇങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ ഒരു ദിവ്യശക്തിയൊക്കെയുള്ള ഒരു അമ്മ വന്നിട്ടുണ്ട്, ഒരു വൃദ്ധ വന്നിട്ടുണ്ട്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അവനാന് കിട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് ഭഗവാന്റെ അടുത്ത് ആരോ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി ലക്ഷ്മി ദേവി രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗ്രാമമുഖ്യന് എണ്ണിട്ട് പോയി ഈ വൃദ്ധമാതാവിനെ തേടി കണ്ടുപിടിക്കാനായിട്ട്. കുറേ ദൂരം നടന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു കേട്ടോ. തൻ്റെ ഗൃഹത്തിലേക്കും വന്ന് അനുഗ്രഹിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, ഞാൻ വരണം ആഗ്രഹിച്ചതാണ്, പക്ഷെ എനിക്ക് മുന്നേ വേറെ ആരോട് വന്നിരിക്കണം, അങ്ങ് അവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ അന്ന് സപ്താഹം കഴിഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ വീട്ടിലെത്തിയപ്പോൾ ഈ ഗ്രാമമുഖ്യൻ പറഞ്ഞു, അങ്ങ് ഇവിടെ നിന്ന് വേഗം തന്നെ പോകണം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സപ്താഹം നടത്താനായിട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങ് വേഗം ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ സപ്താഹം കഴിയാൻ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വൃദ്ധ അങ്ങോട്ടേക്ക് കയറി വരണത് കേട്ടോ. എന്നിട്ട് ആ വൃദ്ധ പറഞ്ഞു, കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കുമോ, എനിക്ക് ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. മാറി നിൽക്കാൻ പറഞ്ഞത് ഈ ഗ്രാമത്തലവനോടാണ് കേട്ടോ. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിച്ചേ, ഇപ്പൊ മനസ്സിലായില്ല അങ്ങേക്ക്, അങ്ങേ എല്ലാവർക്കും ആവശ്യം, എന്നെയാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി. എന്നിരുന്നാലും ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉള്ളത് കൊണ്ടാണ് ലക്ഷ്മി ദേവിക്ക് ഇവിടേക്ക് വരാനായിട്ട് സാധിച്ചത്, ഇവിടെയുള്ള ഒരു വാസം സുഗമമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടുന്ന് പ്രത്യക്ഷമായി. അങ്ങനെ ഈ ലക്ഷ്മി ദേവി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഗ്രാമത്തലവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ മുന്നേ വന്നത് സാക്ഷാൽ ഭഗവാനായിരുന്നു, അതാർക്കും മനസ്സിലായില്ല, അദ്ദേഹം ഉള്ളിടത്തെ എനിക്ക് വസിക്കാനായിട്ട് സാധിക്കുള്ളൂ, അതുകൊണ്ട് ഞാനും പോകുകയാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ദേവിയും അവിടുന്ന് അപ്രത്യക്ഷമായി. അതാണ് പറയണത്, ഭഗവാന്റെ വാസസ്ഥലം ഉള്ളിടത്താണ് യഥാർത്ഥ ഐശ്വര്യം ഉണ്ടായിരിക്കുള്ളൂ. സത്യവും ധർമ്മവും പരിപാലിക്കുന്ന ആളാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, യഥാർത്ഥ ഐശ്വര്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ നാളത്തെ ദിവസം മഹാലക്ഷ്മിയെയും ഭഗവാനെയും ആരാധിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവരും ചെയ്യുക, എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഏകാദശി വ്രതം എല്ലാവരും നോൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ കഥകളും അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.